ഇന്ത്യയുടെ ആത്മീയ തലസ്ഥാനങ്ങളിലൊന്നായ ശബരിമല ക്ഷേത്രത്തെ ഞെട്ടിച്ച സ്വർണ്ണ കട്ടിളപ്പാളി തട്ടിപ്പ് കേസിന്റെ ചുഴലഴിയുമ്പോൾ ഭരണസിരാ കേന്ദ്രങ്ങളിൽ പ്രവർത്തിച്ച ഉന്നത ഉദ്യോഗസ്ഥരിലേക്ക് അന്വേഷണത്തിന്റെ മുന നീളുന്നത് ശ്രദ്ധേയമായ ഒരു വഴിത്തിരിവായി മാറിയിരിക്കുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ കമ്മീഷണറും പിൽക്കാലത്ത് പ്രസിഡന്റുമായിരുന്ന എൻ വാസുവിന്റെ കേസിൽ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയെന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നടപടി തട്ടിപ്പിന് പിന്നിൽ നടന്നിട്ടുള്ള വൻ ഗൂഢാലോചനകളിലേക്ക് വിരൽ ചൂണ്ടുന്നു. കേസിലെ പ്രധാന പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി റിപ്പോർട്ടിൽ ദേവസ്വം ഭരണരംഗത്തെ ഉന്നതർക്ക് ഈ ക്രമക്കേടുകളിൽ ഉണ്ടായിരുന്ന പങ്ക് സംബന്ധിച്ച നിർണായക വിവരങ്ങൾ SIT ഹൈക്കോടതിയിലേക്ക് കൈമാറാനുള്ള ഒരുക്കത്തിലാണ്. ശബരിമല ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന് മുന്നിലെ ദ്വാരപാലക വിഗ്രഹങ്ങളിൽ സ്വർണം പൂശിയ കട്ടിളപ്പാളികൾ നടന്നതായി ആരോപിക്കപ്പെടുന്ന തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ് എൻ വാസുവിനെ മൂന്നാം പ്രതിയായി ചേർത്തിരിക്കുന്നത്. ഈ തട്ടിപ്പിന്റെ കാതലായ വിഷയം ക്ഷേത്രത്തിലെ സ്വർണം പൂശിയ പാളികളെ 2019 വെറും ചെമ്പായി ഔദ്യോഗിക രേഖകളിൽ തിരുത്തി എഴുതി എന്നതാണ്. ഈ ഗുരുതരമായ ക്രമക്കേട് നടന്ന സമയത്ത് എൻ വാസു ആയിരുന്നു ദേവസ്വം കമ്മീഷണറുടെ പദവി വഹിച്ചിരുന്നത്. ഉദ്യോഗസ്ഥ തലത്തിലെ ഈ തെറ്റായ രേഖപ്പെടുത്തൽ ക്ഷേത്ര സ്വത്തുക്കൾ സ്വന്തമാക്കാൻ പ്രതികൾക്ക് വഴിയൊരുക്കി നൽകുകയായിരുന്നു. സ്വർണത്തിന്റെ അളവിലും മൂല്യത്തിലും കൃത്രിമം കാണിച്ച് തട്ടിപ്പ് നടത്തിയതിന് ദേവസ്വം കമ്മീഷണർ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പങ്ക് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണെന്ന് അന്വേഷണ സംഘം വിലയിരുത്തുന്നു. ഒരു തവണ ഉദ്യോഗസ്ഥന്റെ ശുപാർശ പ്രകാരം ക്ഷേത്ര സ്വത്തിന്റെ സ്വഭാവം മാറ്റി രേഖപ്പെടുത്താനുള്ള തീരുമാനം ഒറ്റപ്പെട്ട ഒന്നായി കാണാൻ കഴിയില്ലെന്നും ഇതിന് പിന്നിൽ ഒരു സംഘടിത നീക്കമുണ്ട് എന്നുമുള്ള നിഗമനത്തിലാണ് SIT ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ അറസ്റ്റിലായ 3 പേരായ പ്രധാന പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബു, സുധീഷ് കുമാർ ഇവരിൽ നിന്നുള്ള മൊഴികളും തെളിവുകളുമാണ് അന്വേഷണ സംഘത്തെ ദേവസ്വം ബോർഡിന്റെ ഉന്നത തലങ്ങളിലേക്ക് എത്തിച്ചത്. ഇതിൽ മുൻ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന D സുധീഷ് കുമാറിന്റെ മൊഴികൾ എൻ വാസുവിന്റെ പങ്കാളിത്തം തെളിയിക്കുന്നതിൽ നിർണായകമായി. സുധീഷ് കുമാർ എൻ വാസു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പേഴ്സണൽ അസിസ്റ്റന്റായി പ്രവർത്തിച്ചിരുന്നു എന്ന വസ്തുത ഇവർ തമ്മിലുള്ള അടുത്ത ബന്ധത്തിലേക്കും തട്ടിപ്പിലെ ഏകോപനത്തിലേക്കും വെളിച്ചം വീശുന്നു. സ്വർണം ചെമ്പായി രേഖപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള ഔദ്യോഗിക തീരുമാനങ്ങൾ ഉന്നത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരമാണ് നടപ്പിലാക്കിയതെന്ന് സുധീഷ് കുമാർ മൊഴി നൽകിയിട്ടുണ്ടെന്നാണ് സൂചന നൽകുന്നത്. ഒരു കീഴുദ്യോഗസ്ഥൻ എന്ന നിലയിൽ താൻ മേലുദ്യോഗസ്ഥന്റെ നിർദ്ദേശങ്ങൾ പാലിക്കുക മാത്രമാണ് ചെയ്തതെന്നും എല്ലാ പ്രധാന തീരുമാനങ്ങൾക്കും ബോർഡ് നേതൃത്വത്തിന്റെ അറിവുണ്ടായിരുന്നുവെന്നും സുധീഷ് കുമാർ മൊഴി നേരത്തെ തന്നെ നൽകിയിരുന്നു. സ്വർണ്ണ കട്ടിളപ്പാളികൾ നവീകരണത്തിനായി കൊണ്ടുപോയതിനു ശേഷവും തട്ടിപ്പ് തുടർന്നു എന്നാണ് SITയുടെ കണ്ടെത്തൽ. ദ്വാരപാലകരുടെ കട്ടിളപ്പാളികളിൽ നിന്ന് വേർതിരിച്ചെടുത്ത സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി പല സ്ഥലങ്ങളിലും കൊണ്ടുപോയി വിറ്റഴിച്ചതായും കാണാത്ത സ്വർണത്തിന്റെ അളവിന് തുല്യമായ സ്വർണം ചെന്നൈ, ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ കൊണ്ടുപോയുള്ള തെളിവെടുപ്പിൽ അന്വേഷണ സംഘം കണ്ടുപിടിക്കുകയും ചെയ്തു. സ്വർണം വേർതിരിച്ചെടുത്ത് വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡിലെ ഉന്നതർക്ക് പങ്കുണ്ടോ എന്ന കാര്യത്തിലും അന്വേഷണ സംഘം വിശദമായ തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. തട്ടിപ്പുമായി ബന്ധപ്പെട്ട മറ്റൊരു നിർണായകമായ വിഷയം സ്വർണ്ണപ്പണിക്കിടെ ശേഷിച്ച സ്വർണം നിർധനയായ ഒരു പെൺകുട്ടിയുടെ വിവാഹത്തിനായി ഉപയോഗിക്കുന്നതിന് അനുമതി തേടിക്കൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി കത്തെഴുതിയതാണ്. പോറ്റി ഈ കത്ത് സമർപ്പിക്കുന്ന സമയത്ത് എൻ വാസുവായിരുന്നു ദേവസ്വം പ്രസിഡന്റ്. ക്ഷേത്ര സ്വത്തായ സ്വർണം ഒരു വ്യക്തിയുടെ ആവശ്യം പറഞ്ഞ് വിനിയോഗിക്കാൻ അനുമതി തേടിയുള്ള ഈ കത്ത് ലഭിച്ചിട്ടും അതിന്റെ ഗൗരവം മനസ്സിലാക്കാതെ വാസു അത് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന സുധീഷ് കുമാറിന് തുടർ നടപടിക്കായി കൈമാറുകയായിരുന്നു. തനിക്ക് ലഭിച്ച കത്ത് സംബന്ധിച്ച് ദേവസ്വം ബോർഡിൽ എന്ത് തുടർ നടപടി സ്വീകരിച്ചു എന്നതിനെ കുറിച്ച് തനിക്ക് അറിയില്ല എന്നാണ് വാസു അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിരിക്കുന്നത്. എന്നാൽ ക്ഷേത്ര സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട് ഇത്തരമൊരു സംശയാസ്പദമായ കത്ത് ലഭിച്ചപ്പോൾ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ കാണിക്കേണ്ട ജാഗ്രത എൻ വാസുവിന് ഉണ്ടായില്ലെന്നാണ് SIT വിലയിരുത്തുന്നത്. ക്ഷേത്ര സ്വത്തിന്റെ സംരക്ഷണത്തിൽ ബോർഡ് നേതൃത്വത്തിനുണ്ടായ വീഴ്ചയാണ് തട്ടിപ്പുകാർക്ക് സഹായകരമായതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക നിഗമനം. ഈ കേസിൽ ഉന്നതതല ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് ശക്തമായ സൂചനകളോടെ SITയുടെ രണ്ടാമത്തെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഉടൻ തന്നെ ഹൈക്കോടതിയിൽ സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ്. ഈ റിപ്പോർട്ടിൽ എൻ വാസുവിനെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയതിന്റെ നിയമപരമായ കാരണങ്ങളും തട്ടിപ്പിൽ കൂടുതൽ ഉന്നതർക്ക് ഉണ്ടായിട്ടുള്ള പങ്കാളിത്തത്തെക്കുറിച്ചുള്ള വിവരങ്ങളും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശബരിമലയുടെ പവിത്രതയെ ചോദ്യം ചെയ്ത ഈ കോടീശ്വര തട്ടിപ്പ് കേസിന്റെ അന്വേഷണം സംസ്ഥാനത്തെ ദേവസ്വം ഭരണ സംവിധാനങ്ങളിലെ വീഴ്ചകളെക്കുറിച്ചും അഴിമതികളെക്കുറിച്ചും വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. ദേവസ്വം ബോർഡിന്റെ ഭരണസമിതികളെ കൂടുതൽ അംഗങ്ങളിലേക്ക് അന്വേഷണം നീളാനുള്ള സാധ്യതകളും തള്ളിക്കളയാനാകില്ല.